നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കറവ പശുക്കളിലെ അകിടുവീക്കം നിയന്ത്രിക്കാം. പുൽകൃഷി പമ്പിംഗ് സബ്സിഡി വർദ്ധിപ്പിച്ചു. മണ്ണുത്തിയിൽ തേനീച്ച വളർത്തലിൽ പരിശീലനം. മഴക്കാല ആരംഭത്തിൽ കറവ പശുക്കളിലെ അകിടുവീക്കത്തിന് സാധ്യത കൂടുതലാണ്. അതിനാൽ കറവയ്ക്ക് ശേഷം മുലക്കാമ്പുകൾ പ്രോവിഡോൺ അയഡിൻ ലായനിയിൽ മുക്കണം. അടുത്ത പ്രസവത്തിനു മുമ്പ് അവസാനത്തെ കറവയിൽ മുഴുവൻ പാലും പിഴിഞ്ഞെടുത്ത ശേഷം ആന്റിബയോട്ടിക് മരുന്നുകൾ കയറ്റുന്ന വച്ചുകാല ചികിത്സ അനുവർത്തിക്കുന്നത് പ്രസവാനന്തര അകിടുവീക്കം നിയന്ത്രിക്കാൻ സഹായിക്കും. കൂടാതെ തൊഴുത്തും പരിസരവും കുമ്മായം ഉപയോഗിച്ച് രോഗാണുവിമുക്തം ആക്കണം. പ്രകൃതിക്ഷോഭത്തിൽ കർഷകരെ സഹായിക്കാനുള്ള കേന്ദ്ര പദ്ധതികൾ. കാർഷിക നഷ്ടത്തിന് 50% നഷ്ടപരിഹാരം. നഷ്ടപരിഹാര അർഹതയ്ക്ക് 50% കൃഷിനഷ്ടം എന്നത് 30%ആയി കുറച്ചു. സംഭരണത്തിനായി എടുക്കുന്ന ധാന്യങ്ങളുടെ ഗുണനിലവാര നിബന്ധനകളിൽ ഇളവ് വരുത്തി. ദുരന്തബാധിതർക്കായി വായ്പാ പദ്ധതികൾ പുനരാവിഷ്കരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം RITTCയിൽ കർഷകർക്കായി വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ടെറസ് കൃഷി, സംയോജിത കൃഷി, പുഷ്പകൃഷിയും അലങ്കാരവും, ജൈവ ഉൽപാദനോപാധികളുടെ ഉൽപാദനം, ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ്, ബയോ കൺട്രോൾ ഏജന്റുകളുടെ ഉൽപാദനം, മഷ്റൂം വളർത്തൽ, തേനീച്ച വളർത്തൽ, വീട്ടുവളപ്പിലെ കൃഷി, ഔഷധ സസ്യകൃഷി, വെർട്ടിക്കൽ ഫാമിംഗ് തുടങ്ങിയവയിലാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെ കർഷകർക്ക് പരിശീലനത്തിന് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട വിലാസം: ഡെപ്യൂട്ടി ഡയറക്ടർ, RITTC, വെട്ടുറോഡ്, കഴക്കൂട്ടം PO, തിരുവനന്തപുരം 695582. പമ്പിംഗ് നടത്തി വെള്ളം വറ്റിച്ച് പുൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് നൽകുന്ന പമ്പിംഗ് സബ്സിഡി ഹെക്ടറിന് 1200 രൂപയാക്കി വർദ്ധിപ്പിച്ചു. 2014 ഓഗസ്റ്റ് 17 മുതൽ മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിച്ച സബ്സിഡി നൽകാനും 2015 മെയ് 4 മുതൽ പമ്പിങ്ങിന് കർഷകർ ചെലവാക്കുന്ന തുക പൂർണ്ണമായും സബ്സിഡിയായി നൽകാനും സർക്കാർ ഉത്തരവായി. കാർഷിക സർവകലാശാലയുടെ പ്ലാന്റ് ബയോടെക്നോളജി ആൻഡ് മോളിക്കുലർ ബയോളജി കേന്ദ്രത്തിൽ ഗ്രാൻഡൈൻ വാഴയിനത്തിന്റെ ടിഷ്യൂ കൾച്ചർ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായി. തൈ ഒന്നിന് 20 രൂപയാണ് വില. കൂടുതൽ വിവരങ്ങൾക്കും ആവശ്യക്കാർക്കും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487243858. കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 11, 12 തീയതികളിൽ തേനീച്ച വളർത്തൽ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8086405476 9645420575. തിരുവനന്തപുരം വിളപ്പിൽ കൃഷിഭവനിൽ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ വിതരണത്തിന് തയ്യാറായി. ആവശ്യമുള്ള കർഷകർ വിളപ്പിൽ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047122860222. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,000 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 13,500 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 12,150 രൂപ, കൊപ്ര കൊച്ചി 8,150 രൂപ, കൊപ്ര കോഴിക്കോട് 8,550 രൂപ, കൊപ്ര തൃശൂർ 8,265 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 61,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 64,000 രൂപ, ചുക്ക് മീഡിയം 22,000 രൂപ, ചുക്ക് ബെസ്റ്റ് 24,000 രൂപ, മഞ്ഞൾ സേലം 8,600 രൂപ, മഞ്ഞൾ ഈറോഡ് 8,900 രൂപ, അടയ്ക്ക 22,000-നും 23,000-നും ഇടയിൽ, കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800 രൂപ, RSS 4ാം ഗ്രേഡ് 13,100 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 12,000 രൂപ, കൊപ്ര 8,150 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,400 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,800 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 61,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 64,000 രൂപ, ചുക്ക് മീഡിയം 22,000 രൂപ, ചുക്ക് ബെസ്റ്റ് 24,000 രൂപ, മഞ്ഞൾ നാടൻ 9,900 രൂപ, അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും ഇടയിൽ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 250-നും ഇടയിൽ, ജാതിപത്രി 600-നും 850-നും ഇടയിൽ, ഗ്രാമ്പൂ 820 രൂപ.
റബ്ബർ RSS 5ാം ഗ്രേഡ് 12,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,000 രൂപ, ഒട്ടുപാൽ 9,100 രൂപ, ലാറ്റക്സ് 11,000 രൂപ. അറബ് രാജ്യങ്ങൾ ചുക്ക് സംഭരണത്തിന് താൽപര്യം കാണിച്ചത് ഉൽപ്പന്ന വില ഉയർത്തി. റംസാൻ നോയമ്പ് മുൻനിർത്തി ചരക്ക് ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് ഇറക്കുമതിക്കാർ. യൂറോപ്പിൽ നിന്ന് ചുക്കിന് അന്വേഷണങ്ങൾ ഉണ്ട്. കാർഷിക മേഖലയിൽ നിന്നുള്ള ചുക്ക് നീക്കം കുറഞ്ഞതോടെ മികച്ച ഇനങ്ങൾ 24,000 രൂപയായി ഉയർന്നു. കൊച്ചിയിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയായി നീങ്ങിയെങ്കിലും തൃശൂരിൽ നിരക്ക് വീണ്ടും ഉയർന്നു. മലബാർ മേഖലയിലും തമിഴ്നാട്ടിലും വെളിച്ചെണ്ണ വിലയിൽ മാറ്റമില്ല. തെളിഞ്ഞ കാലാവസ്ഥ കൊപ്ര സംസ്കരണം സുഗമമാക്കി. പകൽ താപനില വീണ്ടും ഉയർന്നതോടെ റബ്ബർ ടാപ്പിംഗിന് കാലതാമസം നേരിടുമെന്ന ഭീതിയിൽ ടയർ വ്യവസായികൾ ഷീറ്റ് വില ഉയർത്തി. കോട്ടയത്ത് 4ാം ഗ്രേഡ് കിലോ 131 രൂപയായി ഉയർന്നു. മുഖ്യ വിപണികളിൽ ഷീറ്റിന്റെ ലഭ്യത കുറഞ്ഞ അളവിലാണ്. വണ്ടൻമേട്ടിൽ നടന്ന ഏലക്ക ലേലത്തിന് വന്ന 20,386 കിലോഗ്രാം ചരക്ക് പൂർണ്ണമായി വിറ്റഴിഞ്ഞു. വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 888 രൂപയിലും ശരാശരി ഇനങ്ങൾ 666 രൂപയിലും ലേലം കൊണ്ടു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.8, 23.9. കൊച്ചി 32, 24.4. ആലപ്പുഴ 32.1, 25. പുനലൂർ 33.7, 23.6. തിരുവനന്തപുരം 32.6, 25.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.